ഒരൊറ്റ ഉള്ളി പോലും ചേർക്കാതെ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മന്തിയും കപ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് സൈഡായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു 3 കാശ്മീരി മുളക് നല്ല ചൂടുള്ള വെള്ളത്തിൽ 1 മണിക്കൂറോളം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞതിന് ശേഷം ആ ഒരു തൊലി മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ അധികം എരിവുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കുരു അടക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുതിർത്തെടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 7-8 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് ഞാനൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ കുതിർത്ത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കായപ്പൊടി കൂടി പോകരുത്, 1-2 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മുളകിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ മധുരം, ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു മീഡിയം മധുരം ഈത്തപ്പഴത്തിൻ്റെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരുപാട് ഡ്രൈ ആവേണ്ട, ഒരു ചമ്മന്തിയുടെ ആ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മന്തിയും കപ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്